കേരളീയ സമൂഹം 2 ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മുഴുവനും നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ്. പി.വി. അൻവർ എം.എൽ.എ. നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ എത്രമാത്രം കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ ദുഷിച്ചു പോയിട്ടുണ്ട് എന്ന് നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരായിട്ടാണ് പി.വി. അൻവർ എം.എൽ.എ. ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇവിടെ നടക്കുന്ന സകലമാന അഴിമതികളിലും സ്വർണ്ണക്കടത്തിലും കൊലപാതകങ്ങളിലുമൊക്കെ ഏറ്റവും ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പങ്കുണ്ട് എന്ന് ഒരു ഭരണപക്ഷ MLA വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ എത്രമാത്രം ആശങ്കയോടുകൂടി കേരളത്തിന്റെ പൊതുസമൂഹം അതിനെ നോക്കിക്കാണണം. കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെടുന്ന സ്വർണ്ണക്കടത്തിലും ഇവിടെ കോഴിക്കോട് നിന്ന് മിസ്സായിട്ടുള്ള ഒരു വ്യാപാരിയുടെ മിസ്സിങ്ങിലും എടവണ്ണയിലെ കൊലപാതകത്തിലും അടക്കം ഇവിടുത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട് എന്നാണ് ഒരു MLA പറയുന്നത്. ഇതൊരു ഭരണപക്ഷ MLA ആയതുകൊണ്ടാണ് ഇത് ചർച്ചയായത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഉപജാപക സംഘം കീഴടക്കിയിരിക്കുന്നു. അവരാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്. അവരാണ് ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് കേരളം ഇത്രമേൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നത് എന്നൊക്കെ കേരളത്തിന്റെ പ്രതിപക്ഷം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അതിനെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമൊക്കെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. അവർ മുഴുവനും ചെയ്തത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ADGP ആയിട്ടുള്ള ആൾ വാങ്ങിയ സ്ഥലവും അതിൻ്റെ കണക്കുമൊക്കെ ഇന്ന് പി.വി. അൻവർ പുറത്തുവിടുകയുണ്ടായി. ഇത് എന്തൊരു അപകടത്തിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നത്? ഒരൊറ്റ ചോദ്യം മാത്രമേ കേരളത്തിന്റെ പൊതുസമൂഹത്തിനുള്ളൂ. ഇത് പി.വി. അൻവർ MLA-ക്ക് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പം മുഖ്യമന്ത്രിയോട് ആ വിഷയം പോലും പറയാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയോട് പോയി വിവരങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം മൈൻഡ് ചെയ്യാതിരുന്നപ്പം മാത്രമാണ് പി.വി. അൻവർ ഇത് പൊതുസമൂഹത്തോട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്, തെളിവുകൾ പുറത്തുവിടാൻ വേണ്ടി തീരുമാനിച്ചത്. പി.വി. അൻവറിന് പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിൽ, പി.വി. അൻവറിന് ഭരണ സംവിധാനത്തിൽ നിന്ന് ഇത്രമേൽ പ്രതിസന്ധി ഇല്ലായിരുന്നുവെങ്കിൽ ഇതാരും പുറത്ത് കേൾക്കുമായിരുന്നില്ല. അപ്പം നമ്മുടെ ഭരണ സംവിധാനം എങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം, അതല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കാരണങ്ങൾ വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാവുന്നത്? സ്വർണ്ണക്കടത്ത് വന്നപ്പോഴും മറ്റു വിവാദങ്ങൾ വന്നപ്പോഴും ഡോളർ കടത്ത് വന്നപ്പോഴും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു അതിൻ്റെ തുടക്കം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാ ഉപജാപക സംഘങ്ങളുടെയും കീഴിൽ എന്തുകൊണ്ട് അകപ്പെട്ടു പോയിരിക്കുന്നു? ഇത് തിരുത്തപ്പെടേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സമൂഹത്തോട് ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ഈ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ഇനിയും തിരുത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതിനും പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി കസാലയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പൊതുസമൂഹം പറയും. കാരണം നിങ്ങളുടെ വകുപ്പിന് കീഴിലുള്ളതാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. നിങ്ങളുടെ ഓഫീസിനകത്ത് നടക്കുന്ന ഒരു കാര്യവും നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി മാറുക? ഇത് സമൂഹം ചോദിച്ചുകൊണ്ടേയിരിക്കും.